ഇന്റർവ്യൂവിനിടയിൽ എന്തുകൊണ്ടാണ് ചെടികളുടെയൊക്കെ വീഡിയോസ് കാണിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ? പറയാട്ടോ. നമ്മുടെ പോളച്ചിന്റെ ഇന്റർവ്യൂ ആണല്ലോ ഞാൻ 2 ദിവസമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോസ് ഒക്കെ എനിക്ക് എടുക്കാനായിട്ട് ഇവിടെ സ്ഥല സൗകര്യം ഒരുക്കി തന്നത് നമ്മുടെ ഫാദർ പോൾ പോത്തിങ്കലിന്റെ ഫ്രണ്ടായ റോബിൻസൺ ചേട്ടന്റെ ഫ്ലാറ്റിലാണ്. റോബിൻസൺ ചേട്ടൻ അബുദാബിയിലായിരുന്നു. അച്ഛൻ അബുദാബിയിൽ സ്റ്റേ ചെയ്തത് ഇവരുടെ ഫ്ലാറ്റിലായിരുന്നു. അപ്പം ഞാൻ അവിടെ ഷൂട്ട് ചെന്നപ്പോൾ അവിടെ ഒരുപാട് ചെടികൾ കൊണ്ട് ക്രിയേറ്റിവിറ്റി ചെയ്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് എനിക്ക് എടുക്കണമെന്ന് തോന്നി. റോബിൻസൺ ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. എനിവേ നമുക്ക് അച്ഛൻ്റെ ഇൻ്റർവ്യൂ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അച്ഛൻ ഒരുപാട് ട്രീറ്റ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. ഓട്ടോമാറ്റിക്കലി ഒരു ഡോക്ടറായി മാറി എന്ന് പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് അച്ഛൻ കൊടുക്കുന്നത്? ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത്. മലയാളത്തിൽ അങ്ങനെ വാക്കില്ല. അപ്പൊ ഞാൻ അതിന് മസ്തിഷ്ക സംഗീത ചികിത്സ എന്ന് പറഞ്ഞൊരു വാക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ മസ്തിഷ്ക സംഗീത ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യൂറോ സയന്റിസ്റ്റുകൾ പറയുന്നത്, ഈ മസ്തിഷ്ക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഒരു ബ്രെയിൻ ഇമേജിങ് അങ്ങനെയൊക്കെയുള്ള സ്കാനിങ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അവർ കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ബ്രെയിനിന്, ഹ്യൂമൻ ബ്രെയിനിന് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ചെയ്യാൻ ശക്തിയുള്ള ഒരു ടൂൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് മ്യൂസിക്. സംഗീതം മാത്രമാണ് അതിൻ്റെ ഒരു ഉപകരണം എന്ന് പറയുന്നത്. ഒരു വ്യക്തി പാട്ട് കേൾക്കുകയോ പാട്ട് പാടുകയോ ഒരു സംഗീത ഉപകരണം പ്രാക്ടീസ് ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ കൂടുതൽ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ആ ന്യൂറോൺസ് കൂടുതൽ ബ്രെയിനിലേക്ക് കടന്നു വരുന്നതനുസരിച്ച് നമ്മുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി കൂടും, വർക്കിംഗ് കപ്പാസിറ്റി കൂടും. അപ്പോൾ ഞാനും സഹോദരി ഇങ്ങനെ നോർമലായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ബ്രെയിനിൽ നല്ല രീതിയിൽ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്തുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം. നമ്മുടെ ഈ ഇന്നത്തെ നല്ല ഒരു മസ്തിഷ്കത്തിൻ്റെ അവസ്ഥയുടെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പിയിൽ ചെയ്യുന്നത് ഓട്ടിസം, സെർബ്രൽ പാൾസി അല്ലെങ്കിൽ ജനറൽ മെന്റൽ റിട്ടാർഡേഷനുള്ള കുട്ടികളുടെ ബ്രെയിൻ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അവരുടെ മസ്തിഷ്കത്തിന് വേണ്ടത്ര വളർച്ചയില്ലാത്തതാണ് അവരുടെ പ്രശ്നം. അവർക്ക് ഫിസിക്കലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും, പക്ഷെ ബുദ്ധിപരമായിട്ടോ അല്ലെങ്കിൽ വൈകാരികമായിട്ടോ അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള സാധ്യതകൾ അവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ന്യൂറോ സയൻസിനെ ബേസ് ചെയ്തിട്ടാണ്. സാധാരണ മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സാധാരണ മ്യൂസിക് തെറാപ്പി ഒരു സോഷ്യൽ സയൻസിന്, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അവിടുത്തെ ICUവിൻ്റെ മുമ്പിൽ കുറേ ആൾക്കാരിയിരിക്കും. എന്ത് ന്യൂസ് ആ സമയത്ത് പേടിച്ചിട്ട് അവരാകെ ടെൻഷനിലിരിക്കും, ഉള്ളിലുള്ള അവരുടെ ബന്ധുക്കളെ. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ് മ്യൂസിക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ പറ്റും. ഇത് ജനറൽ മ്യൂസിക് തെറാപ്പിയുടെ ഒരു സ്റ്റൈലാണ്. ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി ഡയറക്ട്ലി അഡ്രസ്സിംഗ് ടു ദ ബ്രെയിൻ. അപ്പോൾ 2 തരത്തിലാണ്. ഒന്ന് ബ്രെയിൻ മസ്തിഷ്ക രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കൊക്കെ അത് തന്നെയാണ് പ്രശ്നം. അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറി, മസ്തിഷ്കത്തിൽ ഉദാഹരണം പറഞ്ഞാൽ സ്ട്രോക്ക് ഉണ്ടാകും, അത് ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ബ്രെയിനിന് ഇഞ്ചുറി വരുന്ന കേസുകൾ. അതിനെയൊക്കെ പരിഹരിക്കാനുള്ള സാധ്യതകൾ തരുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ് ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി. ഞാൻ തൃശ്ശൂർ ചേതനയിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ഈ എക്സ്പെരിമെന്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ മിറാക്കുലസ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അവിടെ പൂജ രമേഷ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അവള് ഇന്ത്യയിൽ ആദ്യമായിട്ട് കർണാട്ടിക് മ്യൂസിക് ഒരു ഫോർമൽ കച്ചേരി ചെയ്ത ഒരു ഓട്ടിസ്റ്റിക് പെൺകുട്ടിയാണ്. 70% ഓട്ടിസം ഉണ്ടായിരുന്നു അവൾ. നമ്മുടെ അടുത്ത് BA മ്യൂസിക് നമ്മുടെ കോളേജിൽ പഠിച്ചു. പക്ഷെ ഇപ്പോൾ അവൾ ഓട്ടിസം 50-55% കുറഞ്ഞു. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് അവൾ ഒട്ടും സംസാരിച്ചിരുന്നില്ല. ഈ സംഗീതം പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞ വഴിക്ക് അവൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ബ്രെയിനിലേക്ക് 1-to-1 ട്രെയിനിങ് ആണ്. പല സ്പെഷ്യൽ സ്കൂളുകളിൽ ഞാൻ കാണുന്നത്, നാട്ടിൽ പ്രത്യേകിച്ച് ഗ്രൂപ്പ് ട്രെയിനിങ് ആണ് നടത്തുന്നത്. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ, ഓരോ കുട്ടിയുടെയും കേസ് സെപ്പറേറ്റ് ആണ്, വ്യത്യാസമാണ്. അതായത് ഓട്ടിസം സ്പെക്ട്രം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ അറ്റം തൊട്ട് അറ്റം വരെയുണ്ട്. ഇപ്പം മിനിമം ഉള്ളവരുണ്ട്, മാക്സിമം ഉള്ളവരുണ്ട്, നടുക്ക് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോ കുട്ടിയെ നമ്മൾ അവരുടെ ആ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഒരു ടീച്ചറെ, മ്യൂസിക് ടീച്ചറെ വെച്ച് കഴിഞ്ഞ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല സംഗീത സിദ്ധിയുണ്ട്. ഒരുപാട് ഞങ്ങളുടെ ഒരു അനുഭവം ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ അവരുടെ വലതുവശത്തെ മസ്തിഷ്കം, റൈറ്റ് ഹെമിസ്ഫിയർ, അതിനെ നമ്മൾ മ്യൂസിക്കൽ ബ്രെയിൻ എന്നാണ് പറയുന്നത്. നമ്മുടെ മെലോഡിക് മെമ്മറി, സംഗീതത്തിൻ്റെ സ്റ്റെം സെൽസ്, അതിന് വിത്ത് കോശങ്ങൾ എന്നാണ് മലയാളം സ്റ്റെം സെൽസിൻ്റെ.
അപ്പോൾ വിത്ത് കോശങ്ങൾ ഇവിടെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത, പിന്നെ നമ്മുടെ ഫൈൻ ആർട്സ് കപ്പാസിറ്റി ഒക്കെ വലതുവശമാണ്. ഇടതുവശത്താണ് അത് അവരുടെ നോർമലാണ്, ഇങ്ങനെ കുട്ടികൾക്ക് പ്രശ്നമില്ല. അവർക്ക് ഇടതുവശത്താണ് അവരുടെ പ്രശ്നം മുഴുവൻ. അവർക്ക് ഇവിടെ നമ്മുടെ കൊഗ്നിഷൻ, ബുദ്ധിപരമായിട്ടുള്ള സിദ്ധികൾ, പിന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ചലനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന സെൻസറി മോട്ടോർ കോർഡിനേഷൻ ഇടതുവശത്ത്, പ്ലസ് നമ്മുടെ ലാംഗ്വേജ് സ്പീച്ച് കപ്പാസിറ്റി. അപ്പോൾ ഈ ഏരിയയിലാണ് അവർക്ക് പ്രശ്നം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ന്യൂറോൺസ് ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്തിട്ട് മ്യൂസിക്കൽ ബ്രെയിനിന്റെ പവർ ചെയ്യുന്ന നോൺ മ്യൂസിക്കൽ ബ്രെയിൻ നമ്മൾ അറ്റാക്ക് ചെയ്യണം. അറ്റാക്ക് ചെയ്യാൻ മീൻസ് അതിനെ ശക്തിപ്പെടുത്താൻ നോക്കുകയാണ്. അപ്പോൾ ഇത് ന്യൂറോജാനസിസ് എന്നാണ് ന്യൂറോ സയന്റിസ്റ്റുകൾ ഇതിനെ പറ്റി പറയുന്നത്. ആ ന്യൂറോജാനസിസിലൂടെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ നമ്മുടെ ബ്രെയിനിലത്തെ സട്ടിൽ സൂക്ഷ്മങ്ങളായിട്ടുള്ള ആ ഞരമ്പുകളെ സെൽസിനെ റീകണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. അപ്പൊ നമ്മളിപ്പോൾ ഇന്നിവിടെ നോർമലായിട്ട് നിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ ആ ബ്രെയിൻ, അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ കുട്ടികൾ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ഇവരെ ഈ പരീക്ഷണത്തിലൂടെ ന്യൂറോൺസ് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ റീകൺസ്ട്രക്ഷൻ ഫെസിലിറ്റി അതിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളതാണ് ശാസ്ത്രീയമായുള്ള കണ്ടെത്തൽ. അപ്പോൾ നമുക്ക് ഈ കുട്ടികളിൽ ഭയങ്കര ഡെവലപ്മെന്റ്. ഇപ്പം ഞാനൊരു കുട്ടി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് ചേഞ്ചസ് അവർക്ക് കാണാം. ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു ഗാനമേള ട്രൂപ്പാനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ നമ്മളവിടുത്തെ ടൗൺ ഹാളിൽ അങ്ങനെ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമ്മൾ അവരുടെ ഗാനമേള, വേൾഡ് മ്യൂസിക് ഡേ, അവിടുത്തെ ആളുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഈ കുട്ടികൾക്ക് ഇത്രയും കഴിവുണ്ടോ എന്നല്ല. അവര് ജസ്റ്റ് സിംഗ് ലൈക്ക് പ്രൊഫഷണൽസ്. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ വളരെയധികം ദുഃഖത്തിൽ കഴിയുന്നവരാണ്. ഒരു കുഞ്ഞിങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ ആ മാതാപിതാക്കളുടെ ജീവിതം വളരെയധികം ചലഞ്ചിങ് ആണ്, വളരെയധികം വേദന നിറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസം മാത്രമല്ല, ഈ കുട്ടികളെ മുഴുവൻ സമൂഹത്തെ സൈഡ് ലൈൻ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവരെ പാർശ്വവൽക്കരിക്കുകയാണ്. അല്ല, അവര് അങ്ങനെയല്ല, അവരെ കൊണ്ടുവരണം നമ്മുടെ കൂടെ തന്നെ മെയിൻ സ്ട്രീമിലേക്ക്. അവർക്ക് നല്ല കഴിവുകളുണ്ടെന്നും അവര് നല്ല സാധ്യതകളുള്ള കുട്ടികളാണെന്ന് അവർക്കും ലോകത്തിനും പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് കൂടിയാണ് ഞാൻ ഈ ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരാണല്ലോ, അതിപ്പോ കേരളത്തിലുള്ളവർക്ക് അങ്ങനെ ഉള്ളവർക്ക് അവർക്ക് അവിടെ വരാൻ പറ്റും. പക്ഷെ ഒത്തിരി ഇപ്പം പുറത്തേക്കൊക്കെ മലയാളീസിൽ തന്നെ ഇങ്ങനെ ഈ ഒരു ഓട്ടിസം ബാധിതരായവർ ഒരുപാടുണ്ട്. അവർക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ അച്ഛന്റെ കീഴിലൊന്ന്? നമ്മള് ഇപ്പൊ ശ്രമിക്കുന്നത് ഇതിന് എന്തെങ്കിലും ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ അതാകുമ്പോ എല്ലാവർക്കും അവൈലബിൾ ആണ്. ഒരു പ്രോഗ്രാം പ്ലാനിങ്ങിലുണ്ട്. അപ്പൊ നമ്മള് അമല മെഡിക്കൽ കോളേജിലത്തെ ന്യൂറോ സയന്റിസ്റ്റുകള്, പിന്നെ AI എക്സ്പെർട്സ്, പിന്നെ മ്യൂസീഷ്യൻസ്, ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് കാരണം ഇത് റിസർച്ച് സൈഡ് ബൈ സൈഡ് ആയിട്ട് പോവുകയാണ്. അപ്പൊ പ്രാക്ടിക്കലായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ റിസർച്ചും കൂടിയുണ്ട്. അപ്പൊ ഞാൻ അവിടെ നാട്ടില് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗാന ആശ്രമം എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഫ്യൂച്ചർ പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ജനങ്ങളുടെ സഹകരണത്തിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഒരുപാട് ആൾക്കാർ നമ്മൾ സഹായിക്കുന്നുണ്ട്. തൃശ്ശൂരിന്റെ സബർബില് നമ്മൾ അവിടെ ഒരു 6-7 ഏക്കർ സ്ഥലത്ത് നടത്തുന്ന ഒരു മ്യൂസിക് ക്യാമ്പസ് ആണ്, ഇക്കോ ഫ്രണ്ട്ലി മ്യൂസിക് ക്യാമ്പസ് ആണ് ഗാന ആശ്രമം. എൻ്റെ 33 വർഷത്തെ അല്ലെങ്കിൽ 35 വർഷത്തെ സംഗീത തപസ്സിന്ന് എനിക്ക് ചില കാഴ്ചകളൊക്കെ ദൈവം തന്നു, എന്നെ കുറച്ചൊക്കെ ഒന്ന് വളർത്തി. അപ്പൊ ആ സംഗീതത്തിന്റെ സ്പിരിച്വൽ ആൻഡ് തെറാപ്പിക് ഡയമെൻഷൻ, അതിന്റെ ആത്മീയവും സൗഖ്യദായകവുമായിട്ടുള്ള ഒരു വലിയ വശമുണ്ട് സംഗീതത്തിന്. അതിനെ സമൂഹത്തിൽ എങ്ങനെ ഉപകാരപ്പെടുത്താൻ പറ്റും എന്നുള്ള ഒരു ഒരു ആഗ്രഹത്തിന്റെ അല്ലെങ്കിൽ പരിശ്രമത്തിന്റെ ഭാഗമാണ് ഈ ഗാനാശ്രമം. അപ്പൊ അത് അവിടെ നമ്മൾ ആളുകൾക്ക് വരാം, താമസിക്കാം. ബോഡി മൈൻഡ് ഡീസ്ട്രെസ്സിങ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജിനെ പുറത്തേക്ക് കളയുന്ന ഒരു സ്ഥലമായിട്ട്, ഒരുപാട് സ്പിരിച്വൽ എനർജി ആളുകൾക്ക് സമാധാനം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഗാനാശ്രമം. അതൊരു സർവമത ആശ്രമമാണ്, ആർക്കും വരാം അവിടെ. അത് തന്നെയല്ല, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് മ്യൂസിക് മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷനിലൂടെ ആൾക്കാരുടെ മനസ്സിന് ശാന്തത കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിന് ശാന്തത വരുമ്പോൾ ശരീരത്തിന് സൗഖ്യം ഉണ്ടാകും. മറുവശത്ത് കുറച്ച് തെറാപ്പികളുണ്ട്. അതിലൊരെണ്ണമാണ് ഈ ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി, പിന്നെ വോയിസ് തെറാപ്പി, ശബ്ദ വോക്കോളജി എന്നൊക്കെ ഞാൻ പറഞ്ഞു, പിന്നെ യോഗ തെറാപ്പി. അത് പ്രത്യേകിച്ച് പ്രാണായാമമാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബ്രീത്തിങ് ഇതെന്ന ആളുകൾക്ക് വലിയൊരു പ്രശ്നമായിരിക്കാമല്ലോ. അപ്പൊ നമ്മൾ ഈ ഇങ്ങനെയുള്ള ഓട്ടിസം, സെറിബ്രൽ പാൾസി, അങ്ങനെയുള്ള ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ട്, പ്രത്യേകിച്ച് മെന്റലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യത്തിൽ
കേരളത്തിൽ അല്ലെങ്കിൽ തൃശ്ശൂരാണതുള്ളത്, പക്ഷെ മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് അവിടെ സാധ്യത. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം അമേരിക്കയിൽ പോയി കഴിഞ്ഞപ്പോൾ എന്നോട് സാൻ ഹൊസെ എന്ന് പറയുന്ന കാലിഫോർണിയയിലുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ അവിടെ കുറെ പേരൻസ് അവർക്ക് ഇങ്ങനെ കുട്ടികളുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് താമസിപ്പിക്കാൻ സ്ഥലമുണ്ടോ വെച്ചെന്ന് എന്നോട് ചോദിച്ചു, അവർക്ക് ട്രീറ്റ്മെന്റ്. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം വളരെ പരിമിതമാണ്, ഒറ്റ ബിൽഡിംഗ് മാത്രമാവും ടൗണിന് നടുക്ക്. അപ്പൊ കുട്ടികളെ താമസിപ്പിക്കാൻ അവർക്ക്, അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പുതിയ ക്യാമ്പസ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ളവർക്ക് അവിടെ വന്ന് ഒരു 6 മാസം താമസിക്കാനുള്ള ഒരു ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഗാനാശ്രമം. തമ്പുരാന് സമർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ കുറെ നാളുകളായിട്ട് ഓടി നടക്കുകയാണ്. ദൈവം അതിന്റെ സമയത്തിന് പൂർത്തിയിൽ എല്ലാം ശരിയാക്കി തരുന്നു പ്രത്യാശിക്കുകയാണ്. എല്ലാവരും നല്ല സഹകരണം തരുന്നുണ്ട്. ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഇത് ഗാനാശ്രമം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെന്റ് ഫോർ ഓൾ പീപ്പിൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്രീഡ്. അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാൻ കഴിഞ്ഞ നവംബറിൽ എൻ്റെ ഏറ്റവും പുതിയ ആൽബം സർവേശ എന്ന് പറഞ്ഞ ആൽബം റിലീസ് ചെയ്യാൻ വേണ്ടി റോമിൽ പോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റിയതും അദ്ദേഹത്തിന്റെ അനുഗ്രഹം കിട്ടിയതൊക്കെ ജീവിതത്തിൽ ഒരു അമൂല്യ നിമിഷമായിട്ട് കണക്കാക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ദി അതർ ഈസ് മൈ ബ്രദർ എന്ന്. ദി അതർ എന്നാണ് വാക്ക്. ഒരു സഹോദരൻ സഹോദരി എൻ്റെ സ്വന്തം സഹോദരനാണ്. അവിടേക്ക് നമ്മൾ എത്തണമെങ്കിൽ കുറച്ച് പണിയുണ്ട് ആ ചിന്തയിലേക്ക് എത്താനായിട്ട്. അപ്പൊ എൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ ഹിന്ദു ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം, അവനും എൻ്റെ സഹോദരനാണ് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു ദൈവത്തിന്റെ മക്കളാണെന്ന് ചിന്തിക്കാൻ എല്ലാ ജാതിയും അതൊക്കെ മറന്ന് മനുഷ്യത്വത്തിന്റെ ഒരു 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 ആത്മാവ് അവിടെ കൊണ്ടുവരാം. അതാണ് നമ്മുടെ ഈ ഗാനാശ്രമത്തിന്റെ ലക്ഷണം. കർത്താവ് ഈശോ മിശിഹായുടെ ഏറ്റവും വലിയ ഗുണമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഹി വാസ് ഫുള്ളി ഡിവൈൻ ആൻഡ് ഹ്യൂമൻ എന്നാണ് പറയുന്നത്. അപ്പൊ ആ മനുഷ്യത്വത്തിന്റെ ഉച്ചകോടി എന്ന് തന്നെയാണ് ആത്മീയത, ദൈവികത്വം എന്ന് പറയുന്നത് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മനുഷ്യത്വത്തിന്റെ ഉച്ചകോടി എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട്, ആരെയും അകറ്റി നിർത്താതെ, പണമുള്ളവനെയും പണമില്ലാത്തവനെയും കഴിവ് കുറഞ്ഞവനും ഇല്ലാത്തവനും ജാതി മതമൊന്നും ഇല്ലാതെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാനുള്ള വലിയ ഒരു മനോഭാവം, അതാണ് ഗാനാശ്രമത്തിലൂടെ ഞങ്ങൾ പ്രാവർത്തികമാക്കാൻ ചെറിയ ശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ വർക്ക്ഷോപ്പുകൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ മെയിൻ ആയിട്ട് കൊടുക്കുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാ? നമുക്കിപ്പോ ഒരു വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ അതെങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്സ് ആണ്? 2 തരത്തില് എന്റെ ശബ്ദ ചികിത്സയിൽ ഞാൻ 2 തരത്തില് ചെയ്യും. ഒന്ന് പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ, പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ സിംഗേഴ്സ്, ആക്ടേഴ്സ്, പിന്നെ ഡബിങ് ആർട്ടിസ്റ്റ്, പിന്നെ ആങ്കേഴ്സ്, ലോയേഴ്സ്, പിന്നെ ടീച്ചേഴ്സ്, കോളേജ്, സ്കൂൾ, എനി കൈൻഡ് ഓഫ് ടീച്ചർ, പിന്നെ പ്രീച്ചേഴ്സ് ഉണ്ട്, പിന്നെ പബ്ലിക് സ്പീക്കേഴ്സ്, പൊളിറ്റീഷ്യൻസ് ഒക്കെ അതിൽ പെടുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ സെയിൽസ് പേഴ്സൺസ്, പിന്നെ റിസപ്ഷനിസ്റ്റ്, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതൊരു തരത്തിലുള്ള വർക്ക്ഷോപ്പാണ്. പിന്നെ പാട്ടുകാർക്ക് തന്നെയുള്ള വർക്ക്ഷോപ്പ്, മ്യൂസിക് വോയിസും അത് തന്നെയുള്ള വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെ 2 തരത്തിലാണ് ഞാൻ ഈ വോയിസ് വർക്ക്ഷോപ്പ് നടത്തുന്നത്. ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേർക്ക് ഒത്തിരി തോട്ടിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് ഇപ്പോഴും അത് കൊറോണയാണോ എന്ന് സ്ഥിരീകരിക്കാതെ അങ്ങനെ അങ്ങ് പോകുന്നുമുണ്ട്. അപ്പൊ അന്നത്തെ സിറ്റുവേഷനിലൂടെ കോവിഡ് കടന്നുപോയവർക്ക് ഒരു വോയിസിന് ഇപ്പോഴും പ്രശ്നമായി പോകുന്നവരുണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ ചെറിയ കോൾഡ് ഒക്കെ വന്നാലും നമ്മൾ സ്ട്രെയിൻ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുക, പാടുക, അത് നല്ല കാര്യമാണോ? അതെയോ നമ്മളെ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ അത് സ്റ്റോപ്പ് ചെയ്ത് ക്ലിയർ ആയിട്ട് പാടുന്നതാണോ നല്ലത്? അതെ, അതായത് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ശബ്ദ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ വീണ്ടും പാടാൻ പാടില്ല. പാടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കും. അങ്ങനെ ശബ്ദം പോയ വലിയ പ്രശസ്തരായിട്ടുള്ള പാട്ടുകാരുടെ ലിസ്റ്റ് നമുക്ക് പലരും ഉണ്ട്, മനസ്സിലായോ? അപ്പൊ അവരുടെയൊക്കെ പ്രശ്നം ആ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവഗണിച്ചിട്ട് പാടാൻ ശ്രമിച്ചതാണ്. അപ്പൊ ഇതില് ശബ്ദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോണൽ ക്ലാരിറ്റി, അതിൽ നമ്മുടെ വോയിസിനുണ്ടാകുന്ന റെസണൻസ്, മുഴക്കം, പിന്നെ നമ്മുടെ പ്ലേസ്മെന്റ് ടോൺ, പിന്നെ നമ്മുടെ വോയിസ് ഡൈനാമിക്സ്, പിച്ച് കൺട്രോൾ, ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ബ്രീത്തിങ് എന്ന് പറയുന്നത്, നമ്മുടെ ശ്വാസഗതി. അപ്പൊ നമ്മുടെ ലങ് പവർ, ഞാൻ ഉദാഹരണം പറയാൻ, ഞാൻ ശ്വാസം എടുക്കുന്നു, ഒരു 15 സെക്കൻഡ് എനിക്കിങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റണം, മനസ്സിലായോ?
അപ്പോൾ ആ 15 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ വോയിസ് ഒരു ആരോഗ്യമുള്ള ശബ്ദമാണ് നടത്തുന്നത്. ഇപ്പോൾ പല ആൾക്കാരുടെയും ശബ്ദം 10-ലും താഴെ 6, 7, 8-ലൊക്കെ നിൽക്കുകയാണ്. അത് നിങ്ങൾക്ക് സ്റ്റോപ്പ് വാച്ച് വെച്ച് നോക്കാം. ശ്വാസം എടുക്കുക, മൂക്കിക്കൂടെ സിമ്പിൾ ബ്രത്ത്. അത് എത്ര നേരം വരുന്നുള്ളത് നമ്മൾ സ്റ്റോപ്പ് വാച്ച് വെച്ച് അളക്കാം. അപ്പോൾ നമ്മൾ പ്രാണായാമം ഇത് കുറവുള്ളവർ എന്ത് ചെയ്യണം? പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യണം. അനുലോമ വിലോമ പ്രാണായാമം, ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ്. ഒരു 3 സെക്കൻഡ് കൊണ്ട് ശ്വാസം വലിക്കുക, 3 സെക്കൻഡ് കൊണ്ട് 2 മൂക്കും ദ്വാരങ്ങൾ അടച്ചു പിടിക്കുക, പിന്നെ 6 സെക്കൻഡ് സമയം കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. രാവിലെ എഴുന്നേറ്റിട്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒന്നിലും ഒരു ചെയറിലിരിക്കാം, അല്ലെങ്കിൽ നിലത്തിരുന്നിട്ട് ഒരു 15 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് ഈ പ്രാണായാമം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഗംഭീരമായിരിക്കും. എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ശബ്ദം നന്നാവണമെങ്കിൽ നമുക്ക് നമ്മുടെ വയറ്, ഉദരശുദ്ധി വേണം, മോഷൻ കറക്റ്റായിട്ട് വേണം, അസിഡിറ്റി വരാതെ നോക്കണം. രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങാൻ പാടില്ല, 2 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വേണം. പിന്നെ സമയത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് അസിഡിറ്റിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. വയറ് അനാവശ്യമായിട്ട് കാര്യമാക്കാതിരിക്കുക. അങ്ങനെ ഒരുപാട് വോക്കൽ ഹൈജീൻ ഇഷ്യൂസ് ഉണ്ട്. ഈ നമ്മുടെ ഉറക്കം ഒരുപാട് ഇതിനെ അഫക്ട് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്, സത്യമാണോ? തീർച്ചയായിട്ടും. നമുക്ക് ഒരു മിനിമം ഒരു 6.5 മണിക്കൂർ 6 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റുന്ന ഒരു ദിവസം. കാരണം ബോഡി റെസ്റ്റ് ഉണ്ടായാലാണ് വോയിസ് റിക്കവർ ചെയ്യാവും, അല്ലെങ്കിൽ വോയിസ് റിക്കവർ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു സുഖനിദ്ര ഉണ്ടാകാന്നുള്ളത് ശബ്ദ ആരോഗ്യത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഫുഡ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതും എരിവ്, പുളി, അതൊക്കെ ഒരുപാട്, അതായത് പ്രത്യേകിച്ച് കൂടുതൽ മസാല, ഒരു മോഡറേറ്റ് മസാലയൊക്കെ വലിയ കുഴപ്പമില്ല. കൂടുതൽ മസാല കഫം ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട് തൊണ്ടയിൽ. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ കഫം വരാതെ നോക്കുന്നതാണ് നമുക്ക് നല്ല ശബ്ദോൽപത്തി, ഫൊണേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് നമുക്കൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പമല്ല. അപ്പോൾ ലൈറ്റ് വെയ്റ്റഡ്നെസ് ആണ് എപ്പോഴും ഫുഡിൻ്റെ ഒരു മിതമായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ് നല്ല ഗായകർക്ക് അനുയോജ്യമായിട്ടുള്ളത്. വളരെ ചലഞ്ചിങ് ആണ്. നമുക്ക് നമ്മുടെ ഭക്ഷണ മേശയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ നമ്മൾ നമ്മുടെ സംഗീതത്തിന് വേണ്ടി ചെറിയൊരു സാക്രിഫൈസ്. ഞാൻ 1992 ഐസ്ക്രീം കഴിക്കുന്നത് നിർത്തിയതാണ്. അത് ഞാൻ ദാസേട്ടൻ്റെ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അത് നല്ല കാര്യങ്ങളാണ്. അപ്പൊ ഞാനും പറ്റാവുന്ന രീതിയിൽ അതൊക്കെ പാലിക്കുകയാണ്. ഐസ്ക്രീം തണുത്തൊന്നും കഴിക്കാറില്ല, ഒന്നും കഴിക്കില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് ഒരു മിനിമം ഇപ്പൊ പാടാൻ പറ്റണമെന്നുള്ളത് വിശ്വസിക്കുന്നത് ഞാൻ. നിലവിൽ അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ചേതന ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചേതന CMI ഫാദേഴ്സ് തൃശ്ശൂർ ബേസ്ഡ് ആയിട്ട് തുടങ്ങിയ ഒരു സമ്പർക്ക മാധ്യമ കേന്ദ്രമാണ്. 80s തുടങ്ങിയതാണ്. അപ്പൊ അതിന് വിവിധങ്ങളായുള്ള ശാഖകളുണ്ട്. ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ചേതന റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ്. 5 സ്റ്റുഡിയോസ് ഉണ്ട് അവിടെ. പിന്നെ അതിനെല്ലാം സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് തുടങ്ങിയത് ചേതനയിലാണ്. മറ്റേത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെയല്ല ഞങ്ങളുടെ 4-5 ഓൾഡ് സ്റ്റുഡൻസിന് ഫിലിം നാഷണൽ അവാർഡ് കിട്ടി. ബാഹുബലി ഒക്കെ അതുപോലെ നാഷണൽ അവാർഡ് കിട്ടിയ 5 സ്റ്റുഡൻസ് ഉണ്ട് സൗണ്ട് മിക്സിങ്ങിൽ. അപ്പൊ ഇപ്പോഴും ആ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെസ്റ്റേൺ മ്യൂസിക് അക്കാഡമി ഉണ്ട് നമുക്ക്, വളരെ പ്രശസ്തമാണ്. സ്റ്റീഫൻ ദേവസിക്ക് അവിടെ പഠിച്ചതാണ്. ചേതന വെസ്റ്റേൺ മ്യൂസിക് അക്കാഡമിയിൽ പഠിച്ചതാണ്. അതുപോലെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ചേതനയ്ക്ക് 3ാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അതില് നമ്മളെ ഫിലിം ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡീസ്, സിനിമാറ്റോഗ്രാഫി, ഡയറക്ഷൻ, എഡിറ്റിംഗ് ഒക്കെ പഠിപ്പിക്കുന്നു. ഷോർട്ട് ടൈം കോഴ്സുകളാണ്, 1 കൊല്ലം അങ്ങനെയൊക്കെ നൽകുന്നു. പിന്നെ നമുക്കുള്ളത് ചേതന സംഗീത് നാട്യ അക്കാദമി എന്ന് പറയുന്നത്, അത് ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാദമിയാണ്. ഇപ്പൊ ഞാൻ ആണ് അതിന്റെ ഡയറക്ടർ ചാർജ്. ഇപ്പൊ ഞങ്ങളുടെ ഒരു കുട്ടിക്ക് ഭിന്നശേഷി കുട്ടിക്ക് കൊല്ലത്തെ നാഷണൽ അവാർഡ് നമ്മുടെ ഒരു കുട്ടിക്കാണ്, ശ്രേയസ് കിരൺ എന്ന് പറഞ്ഞിട്ട്. പിന്നെ 2 കുട്ടികൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, പൂജ രമേശ് ആൻഡ് ശ്രേയസ് കിരൺ ഭിന്നശേഷി വിഭാഗത്തിൽ. അപ്പൊ പിന്നെ നമ്മൾ അതുപോലെ നമുക്ക് സിംഗേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അവിടെ തന്നെയാണ് ഈ ചേതന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോക്കോളജി എന്ന് പറയുന്നത്, അതേ ബിൽഡിങ്ങിൽ തന്നെയാണ്. അപ്പൊ
അപ്പോൾ നമ്മൾ ഇന്ത്യയിലത്തെ ആദ്യത്തെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലത്തെ ആദ്യത്തെ വോക്കോളജി സ്ഥാപനമാണ്. നമ്മൾ അതിൻ്റെ പയനിയേഴ്സാണ് ചേതന. വേറെ ആരും ഇത് ആ രംഗത്തേക്ക് കടന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ വർക്ക്ഷോപ്സ് നടത്തുകയും ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇത് കൂടുതൽ ആളുകളിലേക്ക് ഈ വോക്കോളജിയുടെ നന്മകൾ അറിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നു. പിന്നെ നമുക്കുള്ളൊരു സ്ഥാപനമാണ് ചേതന. കോഴ്സ് എത്ര വർഷത്തെ കോഴ്സാണ് ഈ വോക്കോളജിയുടെ? വോക്കോളജി ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ചെറിയ കോഴ്സുകളാണ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് പറയുന്നത്. ഇനിയിപ്പോ നമ്മള് ഇല്ല അമല മെഡിക്കൽ കോളേജായിട്ട് നമ്മൾ സഹകരിച്ചിട്ട് കേരളത്തിലെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് ആരംഭിക്കാനുള്ള ഒരു പരിപാടിയാണ് യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി. പിന്നെയുള്ളത് നമ്മളുടെ ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചേതന കോളേജ് ഓഫ് മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സ് ആണ്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതിൽ ഈ മോഡേൺ മീഡിയ സ്റ്റഡീസ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, ജേർണലിസം ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നടത്തുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ലാസ്റ്റ് ശാഖയാണ് ഈ ഗാന ആശ്രമം എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ വരുന്ന ഡിസംബർ 16 അതിൻ്റെ ഗ്രൗണ്ട് വെഞ്ചിരിപ്പ് കർമ്മം നടത്താൻ പോവാണ്. സാവധാനം ആസന്ന ഭാവിയിൽ ഏതാനും വർഷങ്ങൾ, ഒരു 4-5 വർഷത്തിനുള്ളിൽ അതിന്റെ പൂർത്തീകരിക്കാൻ പറ്റും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതാണ് ചേതന എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയെങ്കിലും ഒരുപാട് ഇൻഫർമേഷൻ അത് മൈൻഡിലൂടെ ഒന്നും നമ്മുടെ ചിന്തയിലൊന്നും വന്നിട്ടേ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. പാട്ടിനെ കുറിച്ചാണെങ്കിലും ഈവൻ കുർബാനയുടെ കൊയറുകളെ കുറിച്ചാണെങ്കിലും എല്ലാം. നമുക്ക് ഞാൻ ഏതായാലും ഈ സെക്ഷൻ നമുക്ക് ഇവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അതിന് മുമ്പായിട്ട് അച്ഛൻ ഒരു പാട്ടും കൂടെ ഒന്ന്. വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭാരത ഹൃദയമല്ലോ, അദ്വൈത ഭാരത ഹൃദയമല്ലോ. സിന്ധുവും ഗംഗയും വൈഗയും നിളയും ഇന്ത്യതൻ അക്ഷയനിധികൾ എന്നെന്നും ഇന്ത്യതൻ ഐശ്വര്യഖനികൾ. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. യാദൃശികമായിട്ടാണ് അച്ഛനെ ഇഷ്ടംപോലെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പോയിന്റ്സ് ഞാനിങ്ങനെ കേട്ടിട്ടുള്ളൂ. പക്ഷെ എനിക്കറിയത്തില്ല ഒരു മ്യൂസിക്കിനകത്ത് ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ടെന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും ഇനി വരുന്ന തലമുറയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അച്ഛൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. ഒരു കാഷ്വൽ ടോക്കായിട്ട് തുടങ്ങിയെങ്കിലും പിന്നെ അതൊരു ഇന്റർവ്യൂ പോലെ അങ്ങ് ക്വസ്റ്റ്യൻ ചോദിച്ച് അങ്ങനെ അച്ഛന് ഒരുപാട് സമയം ഞാൻ എടുത്തു. എന്നിരുന്നാൽ തന്നെയും ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്നുകൂടി ഒരു ആഗ്രഹമുണ്ട്. എന്നിരുന്നാലും അച്ഛൻ ഇത്രയും സമയം എനിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ വ്ളോഗിന് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചതിൽ ഒരുപാട് താങ്ക് യു. നോമയ്ക്കും ഷെൽബിനും പ്രത്യേകം നന്ദി പറയുന്നു. കാരണം നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി രാവിലെ തന്നെ ഇങ്ങനെ ഒരു മനസ്സിലുള്ളൊരു നല്ല ഉദ്ദേശമാണ്. സമൂഹത്തിന് അതുവഴിയായിട്ടൊരു നന്മ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഈ പരിശ്രമം ഇനിയും മുന്നോട്ട് പോകട്ടെ, വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നോമയുമായിട്ട് എന്നെ കണക്ട് ചെയ്ത ബിന്നി കാലപ്പള്ളി, അദ്ദേഹത്തെ ഞാൻ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും കുടുംബങ്ങളെ സർവേശ്വരൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും